ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ്റ്റ്. ഞാൻ ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഹെൽത്തിയും ടേസ്റ്റിയും നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി കുക്കറിലേക്ക് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത ക്യാരറ്റിലേക്ക് 2 ടീസ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇനി ഒരു 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വിസിൽ വന്നിട്ടുണ്ട്, മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായി ഒരു ബൗളിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു പിടി പച്ചച്ചീരയാണ്, സ്പിനാച്ച് ചേർത്ത് കൊടുക്കുന്നത്. ചീര നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതിലുള്ള ഒരു പച്ച ചവയൊക്കെ ഒന്ന് മാറിക്കിട്ടാനായിട്ട് നന്നായിട്ടൊന്ന് വേവിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട്. ഇനി ഇത് തണുത്ത വെള്ളത്തിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്താൽ ചീര വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ പച്ച കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ടാകും. അത് മാറി ഇത് നല്ല കറക്റ്റായിട്ട് പച്ച കളറായിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇപ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ എയറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിപ്പോൾ എങ്ങനെ കുക്കായി ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ 2 ടീസ്പൂൺ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വെള്ളം കറക്റ്റായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അധികം വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് വേസ്റ്റായി പോകും. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ചീര ഇപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചീരയിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ തണിഞ്ഞ ക്യാരറ്റും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വേവിച്ചെടുത്ത കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് പേസ്റ്റായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. രണ്ട് മിക്സും നല്ല കളർഫുള്ളായിട്ടുള്ള ക്യാരറ്റിൻ്റെതും ചീരയുടെയും മിക്സ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. രണ്ടും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ്. ക്യാരറ്റ് ആയാലും പച്ചച്ചീര ആയാലും നല്ല കളർഫുള്ളും ആയിട്ടുള്ളതാണ്. ഈ അരച്ചെടുത്ത മിക്സിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഇഡ്ഡലി മാവാണ്. രണ്ടിലേക്കും കുറച്ചായിട്ട് ഇഡ്ഡലി മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഡ്ഡലി മാവിൽ ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇഡ്ഡലി മാവ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള പച്ച കളർ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. പച്ചച്ചീരയുടെ പച്ച കളർ ബാറ്റർ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യാരറ്റിൻ്റെ മിക്സും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ഓറഞ്ച് കളറായിട്ടുള്ള ബാറ്ററും കിട്ടും. നല്ല കളർഫുള്ളായിട്ടുള്ള ബാറ്റർ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇഡ്ഡലി തട്ടിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഓരോ കുഴിയിലേക്കും നമുക്ക് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ക്യാരറ്റിൻ്റെ ബാറ്ററാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സൈഡ് ക്യാരറ്റ് ബാറ്റർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച പച്ചച്ചീരയുടെ ബാറ്ററും ചേർത്ത് കൊടുക്കാം. 2 ബാറ്ററിൻ്റെയും നടുക്കായിട്ട് നമ്മുടെ ഇഡ്ഡലി മാവും ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. എന്നിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് എല്ലാ സൈഡും ആയി കിട്ടാനായിട്ട് 2 സൈഡ് ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല കളർഫുള്ളുമാണ്. ഇങ്ങനെ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരു ഡിഫറെൻ്റായിട്ട് തോന്നുമ്പോൾ കഴിക്കും. നല്ല ട്രിക്ക് കളർ ഇഡ്ഡലിയുടെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഇഡ്ഡലിയുടെ ബാറ്റർ ആണിത്. നല്ല ടേസ്റ്റുമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. എല്ലാം ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നിയും കൂടി ഞാൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഒരു സൈഡ് ക്യാരറ്റിൻ്റെ ബാറ്റർ വെച്ച് കൊടുത്തതിന് ശേഷം മറ്റേ സൈഡ് സ്പിനാച്ച് ബാറ്ററും കൂടി വെച്ച് കൊടുക്കുക. അതിനുശേഷം നടുക്ക് വശത്തായിട്ട് ഇഡ്ഡലി ബാറ്റർ വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. 2 തട്ടിലും ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെള്ളം ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ചൂടായ വെള്ളത്തിലേക്ക് ഓരോ തട്ടും വെച്ച് കൊടുത്ത്
15 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇനി ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ചട്നി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് ചിരകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചത്, പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ പൊട്ടുകടലയാണ്, ചട്നി കടല, വെള്ളക്കടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്ത്, പിന്നെ ഒരു പിടി കൊറിയാൻഡർ ലീഫാണ്, മല്ലിയിലയും കട്ട് ചെയ്തൊന്നും ചേർത്ത് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുള്ള ചട്നിയാണിത്. നല്ല തിക്കായിട്ടുള്ള ചട്നിയാണ് ഇത്. നമ്മൾ തിളപ്പിച്ചെടുക്കുന്നില്ല, ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴേക്കും 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇഡ്ഡലിയും നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണിയാനായി മാറ്റി വെക്കാം. അപ്പോഴേക്കും ചട്നിയിലേക്ക് കുറച്ച് എണ്ണ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുന്നില്ല, ഇങ്ങനെയാണ് കഴിക്കുന്നത്. നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഈ ചട്നിക്ക് കിട്ടുന്നത്. ഇനി ഇത് തിക്ക് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം ചട്നിയിലിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അല്ലാതെ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. ഇപ്പോൾ നന്നായി തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇഡ്ഡലിയൊക്കെ പെട്ടെന്ന് നമുക്കിത് എടുക്കാനും കഴിയുന്നുണ്ട്. നന്നായി തണിഞ്ഞത് കൊണ്ട് തന്നെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ ഇത് കിട്ടുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ഡലി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ചട്നി റെസിപ്പിയും കൂടിയാണിത്. തേങ്ങയൊക്കെ നമുക്ക് കുറച്ചെടുക്കാം. ഇങ്ങനെ പൊട്ടുകടല ചേർത്ത് ചട്നി തയ്യാറാക്കുമ്പോൾ നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.